എന്നാലും എൻ്റെ രാഹുലെ വല്ലാത്തൊരു ചതിയായിപ്പോയി, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി നിൻ്റെത്. വലിയ സങ്കടവും വലിയ നിരാശയും മനുഷ്യനെ വല്ലാതെ ഇങ്ങനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഇത്രയും പൊട്ടൻഷ്യലുള്ള ഇത്രയും ബുദ്ധിയുള്ള നീ തന്നെ പോയിട്ട് ആ കുഴിയിൽ ചാടിയല്ലോ എന്ന്. ഇച്ചിരിയൊക്കെ സൂക്ഷ്മതയാവാമായിരുന്നു, കുറച്ചെങ്കിലും സൂക്ഷ്മത ആകാമായിരുന്നു. കാരണം നീ ഓർക്കണമായിരുന്നു, കേരളത്തിലെ മറ്റു ഒരു പാർട്ടിയിലുമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയും ആയിരുന്നില്ല നീ. എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വ്യക്തിത്വം, അതിലേറെ അപ്പുറം നട്ടെല്ലിൻ്റെ ബലം, അത് വല്ലാത്ത സ്ട്രോങ് ആണ്, വെരി വെരി സ്ട്രോങ് ആണ്, സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആണ് എന്ന് തെളിയിക്കുന്ന നിൻ്റെ പ്രകടനങ്ങൾ. നീ ഒരു കാര്യം ആലോചിക്കണമായിരുന്നു, ശത്രുക്കൾ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നീ വിജയൻ്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് ചൂണ്ടി വിളിക്കുമ്പോൾ അത് നൊന്ത ഒരുപാട് ശത്രുക്കൾ നിൻ്റെ പുറകിലുണ്ടായിരുന്നു, നിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് പറ്റുമോ എന്ന് ഉറക്കമൊഴിച്ച് കാത്തിരുന്ന ആളുകൾ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇച്ചിരി ജാഗ്രത കുറവ്, ലേശം ഒരു ഇത്തിരിയെങ്കിലും ജാഗ്രത കുറവ് നിനക്കുണ്ടായി എന്നുള്ളതാണ്. ഞാൻ പല ആവർത്തി ഞാൻ പറഞ്ഞു. ഒരുപക്ഷേ ഈ പരാതി കൊടുത്തവരും നിന്നോട് സ്നേഹം നടിച്ചവരും നിന്റെ കൂടെ കൂടിയവരും ഒക്കെ നിന്നെ വീഴ്ത്തണമെന്നുള്ള ലക്ഷ്യത്തോടെ കൂടിയായിരുന്നു നീയുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്. ഞാനത് പറയാനുള്ള കാരണം, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് മെസ്സേജ് അയച്ച്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ബന്ധപ്പെട്ട് രാഹുലുമായിട്ട് ഒരു ബന്ധം തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ അങ്ങനെ ബന്ധം തുടങ്ങിയ ആളുകൾക്കെല്ലാം നിന്നെ വീഴ്ത്തണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവിടെയാണ് നീ പോയി തലവെച്ച് കൊടുത്തത്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക UDFൻ്റെ കോൺഗ്രസിൻ്റെ 10-55 പേരുടേത് വരുന്നു. അതിന് തൊട്ട് മുൻപ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക വരുന്നു. അവിടെയൊക്കെ കാണുന്ന ആവേശങ്ങൾ കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ് രാഹുലെ, നീയും ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നശിപ്പിച്ച് കളഞ്ഞല്ലോടോ രാഹുലെ. വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. കുറച്ച് നിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നീ കാണിച്ച ജാഗ്രത, നീ കാണിച്ച അളന്നു മുറിച്ചുള്ള നിന്റെ വാക്കുകൾ, നിന്റെ പ്രവർത്തനങ്ങൾ, നീ കാണിച്ച പോരാട്ട വീര്യം, അതൊക്കെ നിന്റെ വ്യക്തി ജീവിതത്തിൽ കൂടി നീ കാണിക്കണമായിരുന്നു രാഹുലെ. വല്ലാതെ വേദനിപ്പിക്കുന്നു നീ എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തെറി വിളിക്കുന്ന കുറേ ആളുകളുണ്ട്. വിളിച്ചോട്ടെ, എത്ര വേണമെങ്കിലും വിളിച്ചോട്ടെ. ഇന്ന് നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ട് 1 രൂപയുടെ പ്രതിഫലം കിട്ടാത്തവനാ. എന്നിട്ടും അയാളെ വേട്ടയാടി തുടങ്ങുന്നതിന് മുമ്പ് പോലും രാഹുലിന് വേണ്ടി ശബ്ദിച്ചു തുടങ്ങിയ എന്നെപ്പോലെയുള്ള ആയിരങ്ങൾ, അയാളെ ചുറ്റും കൂടി വട്ടം കൂടി വേട്ട നായ്ക്കള് ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത് രാഹുലെ നിന്നോടുള്ള സ്നേഹമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് വല്ലാത്ത വേദനയായി മാറുകയാ. നീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലെന്ന് അറിയുന്ന നിമിഷം അത് വല്ലാത്ത വേദനകളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ എന്നെ പലരും ചീത്ത പറയും. പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇനിയും പറയും രാഹുലിന് വേണ്ടിയിട്ട്, ഇനിയും സംസാരിക്കും. ഇത്രയും കാലം ചിലതൊക്കെ പറയാതിരുന്നതാ. ഇത്രയും കാലം ഒരു വാക്കുകൊണ്ട് പോലും രാഹുലിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അത് പറയുകയുമില്ല, ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ രാഹുലെ, നിനക്ക് എവിടെയൊക്കെയോ ചില പാളിച്ചകൾ വന്നുപോയി എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം യുവതലമുറയിൽപ്പെടുന്ന പല ആളുകളും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അവിടെ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ എന്തടോ തെറ്റ് രാഹുലെ? നീ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റ്? VS ജോയിയെ പോലെയുള്ള പറയുന്ന PK നവാസിനെ പോലെ,
PK ഫിറോസിനെ പോലെ, അതുപോലെ അബ്ദുൾ റഷീദിനെ പോലെ, ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്ന അബ്ദുൾ റഷീദിനെ പോലെ, അങ്ങനെ ജനങ്ങൾ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന ആളുകൾ. രാഹുലേ, നിന്റെ കൂട്ടുകാരൻ PK ഫിറോസ് കൊടുവള്ളിയിൽ നിന്ന് മത്സരിക്കുന്നു, നീയും ഉണ്ടാകണേ എന്ന് 1000 തവണ ആവർത്തിക്കുക, ആഗ്രഹിച്ചു പോവുകയാ. ഞാൻ ഇപ്പോഴും ഓർക്കുക, 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് വേണ്ടി കൈമെയ് മറന്ന് പ്രവർത്തിച്ച് രാഹുലിന്റെ ഊറ്റ ചങ്ങാതി PK ഫിറോസ്, അയാൾ ഇന്ന് കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയാ. രാഹുലേ, നീയും ആ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൽ എന്താണോ തെറ്റ്? എന്നെ തെറി വിളിക്കുന്നവർക്ക് ഇനിയും വിളിക്കാം. നീ നിർത്തി പോടാ എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം, നിർത്തിപ്പോകൂല. കാരണം രാഹുലെ, ഒരിച്ചിരി ജാഗ്രത. നീ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ അബ്ദുൾ റഷീദ് ആകട്ടെ, PK ഫിറോസ് ആവട്ടെ, നവാസ് ആവട്ടെ, ഈ പറയുന്ന VS ജോയി ആവട്ടെ, ആരുമാകട്ടെ, പല ആളുകൾ, റോജിയും ജോണിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ മത്സരിക്കുന്നു. ഇവരെക്കാളൊക്കെ ഒരു പടി മുന്നിൽ തന്നെയായിരുന്നടാ രാഹുലെ നീ. പക്ഷേ എവിടെയാ നിനക്ക് പിഴച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ജാഗ്രത കുറവ് നിനക്കുണ്ടായി. അതുകൊണ്ട് എന്താണ്, വലിയ വില നൽകേണ്ടി വന്നു, വലിയ വില. പ്രൈം ടൈമാണ് മോനെ രാഹുലെ നഷ്ടപ്പെടുന്നത്, പ്രൈം ടൈം. ഞാനിതൊക്കെ പറയുമ്പോൾ നിന്നെ എതിർത്തിട്ടോ നിന്നെ വേദനിപ്പിക്കാനോ വേണ്ടി പറയുകയാണെന്ന് നിനക്ക് തോന്നണ്ട. ഉള്ളിലെ വേദന കാരണം പറയുകയാണ്. അത്രമാത്രം നിന്റെ തിരിച്ചു വരവ് ആഗ്രഹിച്ചതും അത് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നതും തന്നെയാണ്. അവിടെയാണ് നഷ്ടപ്പെടലുകൾ വല്ലാതെ വേദനിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക വരുന്നു, പാലക്കാട്ട് രമേശ് പിഷാരടിയെ പാർട്ടി പ്രഖ്യാപിക്കുന്നു. നീ അവിടെ ഇല്ലെന്നറിയുന്ന നിമിഷം മുതൽ എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നറിയാതെ വല്ലാതെ ഇങ്ങനെ വിങ്ങുകയാ. ഇനി എന്ത് ചെയ്യും? നിന്നെ അങ്ങനെ മൂലക്കിരുത്താൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരണം. അതിന് ഇനി എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴുള്ള ആലോചനകൾ അത്രയും. പക്ഷേ എന്തും ചെയ്യാൻ ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം എന്ന് പറയുന്ന, ഊഴമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ സമയം അത് വളരെ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെടുന്ന സമയം അത് അതിനേക്കാൾ വിലപ്പെട്ടതാണ് രാഹുലെ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇപ്പം നിന്നോട് എനിക്ക് പറയണമെന്നുണ്ട്, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട്. ഞാനത് പറയില്ല. കാരണം നിന്നെ നീയാക്കിയത്, രാഹുലിനെ രാഹുൽ മാങ്കൂട്ടമാക്കിയത് അത് പാർട്ടിയാണ്. അത് നിനക്കും അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞതുകൊണ്ടോ നീ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകില്ല എന്നും അറിയാം. അവിടെ പിന്നെ എന്താണ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് നീ ഒന്നും നിൽക്കില്ല. അത് നിനക്ക് നന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാ മത്സരിക്കുമോ എന്ന് നിന്നോടൊരാവർത്തി കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും നീ ആവർത്തിച്ച് പറഞ്ഞില്ലേ, പാർട്ടി തീരുമാനിക്കും. അപ്പോൾ അവർ നിന്നോട് തിരിച്ചു പറഞ്ഞു, പാർട്ടിക്ക് പുറത്തല്ലേ എന്ന്. അപ്പം നിന്റെ മറുപടി എന്തായിരുന്നു? അതുകൂടി പാർട്ടി തീരുമാനിച്ചോട്ടെ. വല്ലാത്തൊരവസ്ഥയാണ് രാഹുലെ. നീ വേട്ടയാടപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷേ ധാർമ്മികത എന്നൊന്ന് പറയുന്നതുണ്ടല്ലോ, അല്ലേ? പാർട്ടി എടുത്ത നിലപാട് അത് ഒരിക്കലും നിനക്കെതിരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് നിന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സംരക്ഷിക്കുക തന്നെയായിരുന്നു പാർട്ടി ചെയ്തത് എന്നുള്ളതിന് എൻ്റെ ഭക്തത് ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്കതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പാർട്ടി അത് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിനക്ക് പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് നിനക്ക് കിട്ടിയ 1.5 വർഷമാണെങ്കിൽ ആ 1.5 വർഷം അത് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് സാധിച്ചത് എന്നുള്ളത് നിനക്കും അറിയാം, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും അറിയാം, അല്ലേ? ആ പാർട്ടി തന്നെയാണ് നിന്നെ MLA ആക്കിയത്. ഇന്ന് ആ പാർട്ടി തന്നെയാണ് നിന്നെ മാറ്റി നിർത്തുന്നതും. വല്ലാത്തൊരു വിഷമമുണ്ടോ? ആഗ്രഹിച്ചതാണ് നിന്റെ തിരിച്ചു വരവ്. നീ പാലക്കാട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ നീ ഉണ്ടാകുമെന്നുള്ളത് വല്ലാതെ ആഗ്രഹിച്ചു പോയ ഒരു കാര്യമാണ്. വല്ലാതെ വെള്ളം കോരി 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 തൊട്ടി മുകളിലെത്തിയപ്പോൾ ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിയതുപോലെ പടിവാതിൽക്കൽ കലമുടച്ചവനായി മാറുകയാണല്ലോ രാഹുലെ നീ. വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട് എന്നുള്ളതാ. ഞാനിങ്ങനെ ആലോചിക്കുക,
ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. മാത്രമല്ല, കേരളത്തിൻ്റെ നിയമസഭയിൽ ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന പാലക്കാടിൻ്റെ പ്രതിനിധിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറാൻ സാധിക്കുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വന്ന ആരോപണങ്ങളും കഥകളും ഒക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ എവിടെയൊക്കെയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ജാഗ്രത കുറവ്, ചില പാളിച്ചകൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് വലിയ സങ്കടകരമായിരുന്നു. കാരണം നീ ഒന്നാലോചിക്കണമായിരുന്നു, നിന്റെ പിന്നാലെ കൂടിയ ശത്രുക്കൾ, രാഷ്ട്രീയ എതിരാളികൾ നിന്നെ വീഴ്ത്താനുള്ള ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് നീ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. ആ ഒരവസരം നീ മനസ്സിലാക്കാതെ പോയി. കാരണം നീ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ അവിടെയും ഒരു ജാഗ്രത കുറവ് നിനക്കുണ്ട്. നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൂടെ കൂടിയ ആളുകൾ നിന്നെ വഞ്ചിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പക്ഷേ മറ്റൊന്നുണ്ട് രാഹുലെ, പണം, സ്നേഹത്തെയും വിലക്ക് വാങ്ങാൻ കഴിയുന്ന പണമാണ് ഈ ലോകം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നീ മറന്നുപോയി. അതാണ് സംഭവിച്ചത്. വലിയ വേദനയുണ്ട്. നീ ഒരിക്കലും പാർട്ടിയെ വെല്ലുവിളിക്കാനോ പാർട്ടി പറഞ്ഞതിനപ്പുറത്തേക്ക് പോകാനോ നീ നിൽക്കില്ല. കാരണം നിൻ്റെ ഉള്ളിൽ ഒരു നല്ല കറകളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ നിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് വഴി? മുമ്പിലെ വഴികൾ എന്താണ്? തിരിച്ചുവരവ് എങ്ങനെ സാധ്യമാകും? വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. തിരിച്ചുവരവ് സാധ്യമാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? അത് സാധ്യമാകണമെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളിൽ കോടതിയുടെ ഒരു അന്തിമ വിധി ഉണ്ടാവണം എന്നുള്ളതാണ്. അതില്ലാത്ത കാലത്തോളം അതിനോ സമയം ഒരുപാട് എടുക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ പ്രൈം ടൈം. അതാണ് രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. വല്ലാത്ത വേദനയാണ്. നിന്റെ കൂട്ടുകാര്, നിന്നോടൊപ്പം പ്രവർത്തിച്ചവര്, നിന്നെ സപ്പോർട്ട് ചെയ്തവര് ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ സ്ഥാനാർത്ഥിയാവുകയാ. അവരെ കൂട്ടത്തിൽ നീ ഉണ്ടാവേണ്ടവനായിരുന്നു എന്നുള്ളതാണ് വലിയ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്.